സംസ്കൃത പഠനം മൂന്നാം ഭാഗം. മൂന്നാം ഭാഗത്തിൽ പഠിക്കേണ്ടി വരുന്നത് വിഭക്തിയും ഉപസർഗുമാണ്. വിഭക്തികൾ എന്നാൽ പ്രിപ്പോസിഷൻ എന്നും ഉപസർഗ് എന്നാൽ കൺജങ്ഷൻ എന്നുമാണ്. അതിൽ വിഭക്തികൾ അഥവാ പ്രിപ്പോസിഷൻ 8 തരത്തിലുള്ള പ്രിപ്പോസിഷനുകളാണ് സംസ്കൃതത്തിൽ പഠിക്കേണ്ടി വരുന്നത്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അതുകൂടാതെ സംബോധന എന്നിങ്ങനെ 8 തരത്തിലാണ് വിഭക്തികൾ ഇരിക്കുന്നത്. പ്രഥമ വിഭക്തി, ഇത് ഒരു നാമപദത്തെ ആ നാമപദമായി തന്നെ ചിത്രീകരിക്കുന്നതാണ് പ്രഥമ വിഭക്തി. അതായത് രാമൻ, സീത, ഫലം എന്നിങ്ങനെയുള്ള ഒറിജിനൽ ഫോം തന്നെയാണ് പ്രഥമ വിഭക്തിയിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അത് ഏകവചനം വരുമ്പോഴും ദ്വിവചനം വരുമ്പോഴും ബഹുവചനം വരുമ്പോഴും പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നീ തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഇത് നാമത്തിന്റെ ഒറിജിനൽ പദമാണ്. അത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതുമാണ്. ഉദാഹരണത്തിനായി രാമൻ പഠിക്കുന്നു എന്നതിന് രാമഃ പഠതി എന്നെഴുതിയാൽ രാമൻ പഠിക്കുന്നു. ഇവിടെ നാമത്തിന്റെ ഒറിജിനൽ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി ദ്വിതീയ വിഭക്തി. ഇതിൽ ഒരു നാമപദത്തിന് ചെറിയ വ്യതിയാനം വരുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രാമൻ എന്ന ഒരു നാമപദത്തെ രാമനെ എന്നാക്കണമെങ്കിൽ രാമം എന്ന ഒരു ചെറിയ വ്യത്യാസം എൻഡ് പോർഷനിൽ വരുത്തിയാൽ മതിയാവും. അതേപോലെ ഫലത്തിനെ എന്നാക്കണമെങ്കിൽ ഫലം എന്ന് എഴുതിയാൽ മതി. ഫലങ്ങളുടെ എന്ന് ആക്കണമെങ്കിൽ ഫലാനി എന്നെഴുതിയാൽ അത് ഫലങ്ങളുടെ എന്നായി മാറി. ഉദാഹരണത്തിനായി രാമ റീഡ് എ ബുക്ക്, രാമൻ പുസ്തകം വായിക്കുന്നു. രാമഃ പുസ്തകം പഠതി. ഇവിടെ പുസ്തകം എന്നുള്ളത് ന്യൂട്രൽ ജെൻഡർ ആണ്. പുസ്തകത്തിലെ പഠിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. തൃതീയ വിഭക്തിയിൽ വരുമ്പോൾ നാമപദത്തിന് മറ്റൊരു അർത്ഥമാണ് ഇതിൽ വരുന്നത്. രാമനാൽ, രാമനാൽ ചെയ്തു, സീതയാൽ ചെയ്തു, അങ്ങനെ വരുന്ന ഒരു പദ അർത്ഥമാണ് ഇതിൽ കാണിക്കുന്നത്. ഉദാഹരണത്തിനായി രാമ റൈറ്റ് വിത്ത് എ പെൻ. ആ വിത്ത് എ പെൻ, പെൻ കൊണ്ട് എന്നാക്കണമെങ്കിൽ രാമഃ ലേഖനീയ ലിഖതി. ആ ലേഖനീയ എന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൊണ്ട്, പേനയാൽ എഴുതുന്നു അല്ലെങ്കിൽ പേന കൊണ്ട് എഴുതുന്നു എന്ന അർത്ഥം ഇതിൽ വരുന്നു. കുറച്ചുകൂടി വ്യത്യാസം വരുന്നു. രാമനു വേണ്ടി അഥവാ സീതയ്ക്ക് വേണ്ടി. ഈ വേണ്ടി എന്ന ഒരു അർത്ഥം കിട്ടണമെങ്കിൽ നാമപദത്തിന് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതി. രാമായി, സീതായെ, ഫലായി എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്തിയാൽ അത് വേണ്ടി എന്ന ഒരു പദപ്രയോഗമായി മാറും. പഞ്ചമി വിഭക്തി ആകുമ്പോൾ ഫ്രം എന്നുള്ള ഒരർത്ഥമാണ് ഇവിടെ കാണിക്കുന്നത്. രാമനിൽ നിന്നും, സീതയിൽ നിന്നും, ഫലത്തിൽ നിന്നും എന്നൊരു അർത്ഥപദത്തിലേക്ക് മാറുന്നു. ദ ബോയ് കംസ് ഫ്രം ദ ഹൗസ്. ഈ ഫ്രം എന്ന ഒരു പദം വരണമെങ്കിൽ നാമപദത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. ഗൃഹാത് ബാലകഃ ആഗച്ഛതി. ഈ പദപ്രയോഗം കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നും എന്ന ഒരു പദമായി മാറുന്നു. ഇവിടെ ഗൃഹാത് എന്ന പദത്തിന് ആ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അടുത്തതായി ഷഷ്ടി വിഭക്തിയാണ്. അതിൽ നമ്മളൊരു പൊസഷൻ കാണിക്കുന്നു. രാമന്റെ, സീതയുടെ, ഫലത്തിന്റെ, രാമന്റെ പുസ്തകം
സീതയുടെ പഴം എന്നിങ്ങനെയുള്ള പൊസഷൻ കാണിക്കാനായിട്ടാണ്. ഇതിൽ നാമപദത്തിന്റെ കൂടെ ചേർത്തിരിക്കുന്ന വ്യത്യാസങ്ങൾ നോക്കൂ. രാമസ്യ, സീതായാഹ, ഫലസ്യ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിനായി ഇറ്റ് ഈസ് രാമാസ് ബുക്ക്, ഇത് രാമന്റെ പുസ്തകം. ഇത് സംസ്കൃതത്തിലേക്ക് എഴുതുമ്പോൾ രാമസ്യ പുസ്തകം അസ്തി, ഇത് രാമന്റെ പുസ്തകം ആകുന്നു. അടുത്തതായി സപ്തമി വിഭക്തിയാണ് പഠിക്കേണ്ടത്. അതിൽ രാമനിൽ, സീതയിൽ, ഫലത്തിൽ എന്ന ഒരു അർത്ഥവ്യത്യാസത്തെ കാണിക്കുന്നു. അതിനായി രാമേ, സീതായ, ഫലേ എന്നിങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് അവിടെ വരേണ്ടിയത്. ഉദാഹരണത്തിനായി രാമ ഈസ് ഇൻ ദ ഹൗസ്, വീട്ടിൽ ആകുന്നു. രാമൻ വീട്ടിൽ ആകുന്നു. അവിടെ ആ വീട്ടിൽ എന്നാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗൃഹേ രാമഃ അസ്തി. ഗൃഹേ എന്ന പദപ്രയോഗം വരുത്തി അത് വീട്ടിൽ എന്നാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. വിഭക്തികളിൽ അവസാനം വരുന്നതാണ് സംബോധന. അല്ലയോ രാമ, അല്ലെങ്കിൽ ഹേ രാമ, ഹേ സീതേ എന്നിങ്ങനെ സംബോധന ചെയ്ത് വിളിക്കുന്നതാണ്. അത് ഒറിജിനൽ പദത്തിന്റെ കൂടെ ഹേ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സംബോധനാത്മകമായി മാറാം. ഉദാഹരണത്തിനായി ഓ രാമ കം, അല്ലയോ രാമ വരൂ. അത് സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ഹേ രാമ ആഗച്ഛ. ഇങ്ങനെ ഈ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിപ്പോസിഷനുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉപസർഗ. ഉപസർഗ എന്നാൽ കൺജങ്ഷനാണ്. രണ്ട് പദങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഏതായാലും മലയാളത്തിലും ഹിന്ദിയിലും ഉള്ളതുപോലെ തന്നെ നിരവധി കൺജങ്ഷനുകൾ സംസ്കൃതത്തിലുമുണ്ട്. ഇത് വെർബുകളുടെ മുൻപേ ചേർത്ത് നമുക്ക് ഈ കൺജങ്ഷനുകളെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. ഈ കാണിച്ചിരിക്കുന്ന കൺജങ്ഷനുകൾ പഠിക്കേണ്ടതാണ്.